ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഗുരുക്കന്മാരുടെ ഗുരുവായ കർത്താവെ, അങ്ങ് വന്നാലും ഞങ്ങളുടെ മധ്യത്തിലായാലും ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചാലും അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ചാലും കർത്താവെ, അങ്ങ് സംസാരിക്കുമ്പോഴൊക്കെ ജനം അനുഭവിച്ച ഒരു പ്രത്യേക ആത്മീയ അനുഭവം ഉണ്ടല്ലോ അപ്പ. കാലങ്ങൾക്കപ്പുറമായിട്ട് ആ അനുഭവങ്ങൾ ഇന്നും ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് വഴി തന്നാലും കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഈ മൊത്തം സിസ്റ്റത്തെ ഇതിന്റെ കരങ്ങളിൽ തരുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേൾക്കണം, മെസ്സിയ നാമത്തിനാണ്. ഗ്രൂപ്പിൽ ആദ്യം വന്നവർ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത് ഞാൻ ഒന്നുകൂടി പറയൂ, എൻ്റെ വീഡിയോ ഓണാകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ശ്രദ്ധിച്ചോളാം. കഴിഞ്ഞ ക്ലാസ്സിലും എനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല, ഓണായില്ല. ഒരു റെഡ് മാർക്ക് അതിന് മുകളിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു മിനിറ്റ് മുമ്പ് സാമുവലിനോട് അതിൻ്റെ ഒരു സംശയം ചോദിച്ചു. സാമുവലിന് അത് മനസ്സിലായിട്ടില്ല. എനിക്കും ഒട്ടും അതിനെ കുറിച്ചൊരു ധാരണയില്ല താനും. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ആളെ കാണാനാകില്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഐ എം വെരി സോറി. അത് ഞാൻ അതൊരു മാപ്പായിട്ട് തന്നെ പറയുകയാണ്. ചിന്തയിലേക്ക് കിടക്കട്ടെ. എനിക്ക് സമയം ഒട്ടും എൻ്റെ കയ്യിൽ നഷ്ടപ്പെടാനില്ലല്ലോ. കർത്താവിന് സ്തോത്രം. ക്ലാസിന്റെ രണ്ടാമത്തെ ദിവസം, കഴിഞ്ഞ 4ാമത്തെ വെള്ളിയാഴ്ചയാണ്, നമ്മുടെ വ്യാഴാഴ്ചയാണ് 1ാമത്തെ ക്ലാസ് ആരംഭിച്ചത്. ആ ക്ലാസ്സിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത രാജൻ സാറും കോർഡിനേറ്റർ ആയിരിക്കുന്ന മിനി സിസ്റ്ററും പറയുന്നതും വിവരിച്ചതും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്ന് ക്ലാസിന്റെ 2ാമത്തെ ദിവസം, 4ാമത്തെ ഞായർ. 4ാമത്തെ ഞായറിന്റെ ക്ലാസ് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് കിട്ടിക്കാണും, എല്ലാവരുടെ കയ്യിലും നോട്ട്സ് കിട്ടിക്കാണും. നമ്മളെല്ലാവരും അനുവിനും അറിയുന്നവരും പരിചയമുള്ളവരും ഒക്കെയാണ് ഇരിക്കുന്നത്. മക്കളെ, കർത്താവിന്റെ വചനം പഠിക്കുന്നതിന്റെ പ്രസക്തി ഏറി 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 വന്നിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാൻ ഇന്ന് നിൽക്കണം. എന്റെ കർത്താവിന് മഹത്വം, എന്റെ കർത്താവിന്റെ വരവായി. നമ്മള് ഇസ്രായേലിന്റെ വാറൊക്കെ കാണുകയാണ്. യൂട്യൂബിൽ നിന്ന് ഇന്നത്തെ യങ്ങർ ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നെക്സ്റ്റ് വാർ എങ്ങോട്ട് പോകും, വാർ എവിടെയായിരിക്കും സംഭവിക്കുക, ആ വാറിലെ കൂട്ടുരാജ്യങ്ങൾ ആരായിരിക്കും, ആ രാജ്യങ്ങൾക്ക് ആണവ ശക്തി ഉണ്ടോ ഇല്ലയോ, ആ രാജ്യം പിടിച്ചെടുക്കുമോ, പിടിച്ചെടുത്താൽ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്, മറ്റു ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ വാർ എങ്ങോട്ട് നീങ്ങും, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലെബനൻ പാലസ്തീൻ പ്രദേശങ്ങളെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഇസ്രായേലി വാറിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് യങ്ങർ ജനറേഷൻ, പുതിയ തലമുറ അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എന്റെ കർത്താവിന്റെ പുസ്തകം വചനം ആവർത്തിച്ചു പറയുന്നു ചിലത് സംഭവിക്കുന്നതിനെ കുറിച്ച്. വിശ്വാസികൾക്ക് ആശങ്കപ്പെടാനില്ല, കാരണം ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി നിർണയിച്ചിരിക്കുന്നു. അവന്റെ പുസ്തകത്തിൽ യാദൃശ്ചികം എന്ന് പറയുന്ന ഒരു വാക്കില്ല. യാദൃശ്ചികം എന്നൊരു വാക്കിന് അർത്ഥമില്ലല്ലോ. എന്റെ കർത്താവിനെ എല്ലാം മുൻകൂട്ടി അറിയാം, അത് മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവന്റെ വചനം വായിച്ചു നോക്കുവീൻ. കർത്താവിന് സ്തോത്രം. സകലത്തിനും ഉത്തരം അവിടെ ഉണ്ട് താൻ, അതും വചനം സാക്ഷി. ഞാൻ കേൾക്കുന്ന ദൈവവേദിലെ ഈ കാലയളവിലാണ് നാമും വചനം പഠിക്കുന്നത്. ലോകത്തിൽ നമ്മൾ മാത്രമല്ല, അനേക വേദികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്രകാരമുള്ള സോഷ്യൽ മീഡിയ വേദി മാത്രമല്ല, അതിനേക്കാൾ അത്യന്താധുനികമായ വേദികൾ പോലും പുതിയ തലമുറ ഉപയോഗിക്കുന്നു. പുതിയ തലമുറയും താല്പര്യമുള്ളവരും അത് ഉപയോഗിക്കുന്നു. എന്റെ കർത്താവിന്റെ വരവായി എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ദിവസം പത്രം മാത്രം നോക്കുന്ന എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ മൂവ്മെന്റ്സ്, അവൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് അവൻ മാറില്ല.
പ്രത്യേകിച്ച് അവൻ മാർക്ക് ചെയ്തിട്ട കുറെ സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അവന്റെ ജെറൂസലേം ദൈവാലയം നിന്നിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ദൈവാലയം ഉയരുമെന്നത് ഉറപ്പായിട്ടുള്ള കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. യഹൂദൻ ദേവാലയം പണിതോട്ടെ, അതിന് നമ്മളെതിനെ ആശങ്കപ്പെടണേ? നമ്മുടെ കുന്നംകുളം രീതിയിലുള്ളൊരു ചോദ്യം. നമുക്ക് ആശങ്കപ്പെടാനല്ല, ചിലത് നിറവേറുകയാണ്. ഒരു ദൈവാലയം കുറഞ്ഞ നാളുകൾ കൊണ്ട്, വർഷങ്ങളെ കൊണ്ട് പടുത്തുയർത്തേണ്ടുന്ന ദൈവാലയം കുറഞ്ഞ നാളുകളെ കൊണ്ട് പണി തീർക്കപ്പെടും. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്നു. വലിയ വലിയ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. വലിയ വലിയ തൂണുകളും വാളും നിർമ്മിച്ച് സെറ്റായിരിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇസ്രായേല് അവന്റെ സ്വപ്നമാണ് അത് ദൈവാലയം. നമുക്കിവിടെ ധ്യാനിക്കാനുള്ള വിഷയം ഇസ്രായേൽ ദൈവാലയം പണിയുന്നു എന്നുള്ളതിന്മേലല്ല. ദൈവാലയത്തിന്റെ പണി നടക്കുമ്പോൾ എന്റെ കർത്താവിന്റെ ആദ്യത്തെ ബാച്ച് ഭൂമിയിൽ നിന്ന് പറക്കും. ആദ്യത്തെ ബാച്ച് ഇവിടെ നിന്ന് ഉയരും. ആദ്യത്തെ ബാച്ചിൽ പോവാനായാൽ ദൈവമക്കളെ, അതൊരു വലിയ കൃപ, ഗ്രേസ്. പിന്നീടുള്ള കാലം മനുഷ്യ ബുദ്ധിക്ക് ചിലത് ദഹിക്കാത്ത സബ്ജക്റ്റാണ്. പിന്നീട് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്, ഭൂമിയിൽ സംഭവിക്കുന്നത് ഒരു ക്ലേശങ്ങളുടെ കാലം. വീണ്ടും അടുത്ത വാഹനം പുറപ്പെടുന്നേക്കാൾ മുൻപ് ആദ്യത്തെ വാഹനത്തിൽ യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, ആദ്യത്തെ ബാച്ചിൽ പോവാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, അതൊരു വലിയ പരാജയമായിരിക്കും. വിശ്വാസ ലോകത്തിൽ നിൽക്കും. ഇവിടെ ചിലത് നാം പഠിക്കണം, ചിലത് അറിയണം. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതെല്ലാം ആവശ്യം. കർത്താവിന് സ്തോത്രം. ചിന്തയിലേക്ക് കടക്കും മുമ്പ് ഫസ്റ്റ് ക്ലാസ് ആണ്, എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഞാൻ ആ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത ഇതിന്റെ കോർഡിനേറ്റർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായത്തിൽ അവർ പറഞ്ഞു, ക്ലാസ് വളരെ സിമ്പിൾ ആക്കാൻ ശ്രമിക്കണം. അക്ഷരം പ്രതി അത് പാലിക്കാൻ ശ്രമിക്കും. ക്ലാസ് ഏറ്റവും ലളിതമാക്കും. ക്ലാസ് മനസ്സിലാകാതെ പോകും എന്നൊരു സംഭവം ഉണ്ടാവില്ല. കാരണം വിവിധ തട്ടുകളിൽ നിന്നുള്ളവർ ഒരുപക്ഷെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടാകാം. നമ്മളുടെ കുറഞ്ഞ പ്രാഗൽഭ്യം വെച്ച്, കുറഞ്ഞ നമ്മളുടെ കുറവുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ കൃപയാൽ ഏറ്റവും ലളിതമായി സംസാരിക്കാൻ ശ്രമിക്കും. ഒന്ന്. രണ്ടാമത്, ഇത്രയും പേർ പങ്കെടുക്കുന്നതിൽ 6 or 7 സഭയുടെ മക്കളുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഏറിയ സഭാംഗങ്ങളും ഉണ്ടായിരിക്കാം. ആശയങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. മുറിവേൽപ്പിക്കുന്നതും ആ ഒരു അനുഭവം കൊടുക്കുന്നത് ദൈവമക്കൾക്ക് ചേർന്നതല്ലല്ലോ. ആരുടെ വിശ്വാസത്തെയും വേദനിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. ഒരു വാക്കുപോലും അങ്ങനെ വരരുതേ എന്നാണ് പ്രാർത്ഥന. കാരണം വ്യത്യസ്ത വിശ്വാസ തലങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. വിവാദ ഭാഗങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഞാൻ ആ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കില്ല. പല ചിന്തയെ കുറിച്ചിട്ട് പലർക്കും വിവാദം ഉണ്ടാവും.
വിവാദങ്ങളും സംശയങ്ങളും രണ്ടാണ്. സംശയങ്ങൾ എന്ന് പറയുന്നത് വിവാദങ്ങൾ തീരുന്നതല്ല, സംശയങ്ങൾ തീരുന്നതാണ്. വിവാദ ഭാഗങ്ങളിൽ ഒരു പ്രതിസന്ധി സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുന്നതായി. മക്കളെ, ഉദ്ദേശ്യം ഒന്ന് മാത്രം: നിർമ്മല സുവിശേഷം വ്യാപരിക്കണം. ആമേൻ. നിർമ്മല സുവിശേഷം അതേറെ പ്രസക്തമാണല്ലോ ഇക്കാലത്തെ കാലയളവിൽ. അതിനാണ് 1 മിനിറ്റ് മുമ്പ് അതിന്റെ പ്രസക്തിയെ കുറിച്ച് സംസാരിച്ചത്. ഇനി എന്റെ വിഷയത്തിന്റെ ഭാഗത്തേക്ക്. എന്റെ വിഷയം ഇന്ന് നിങ്ങളുടെ എന്റെയൊക്കെ കയ്യിലിരിക്കുന്ന നോട്ട്സിലേക്ക് ഇന്ന് കടക്കില്ല. പരമാവധി ഞാൻ എന്റെ വിഷയത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കും. ഒരു കാരണവശാലും വിഷയം വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ കാരണം, കർത്താവിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളിലോ കോളേജിലോ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പോലെയല്ല. ഒരു സമുദ്രം പോലെ കിടക്കുന്ന ലോകമാണ് വചന ലോകം. അതിൻ്റെ ഒരു ചെറിയ മൂലയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇനിയും അതിൻ്റെ ഏറിയ ഭാഗങ്ങൾ എത്ര കാലം പഠിച്ചാലും ബാക്കിയുണ്ടായി. പഠിപ്പിക്കുന്ന ഗുരുവായവ എൻ്റെ യേശു കർത്താവ് മാത്രം. ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും. എന്നെ ഏൽപ്പിച്ച ആദ്യത്തെ പേപ്പർ ഇതാണ്. നിങ്ങളുടെ കയ്യിൽ അതിന്റെ നോട്ട്സ് ഓൾറെഡി ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. കോർഡിനേറ്റർ നിങ്ങൾക്ക് അത് അയച്ചു തന്നിട്ടുണ്ടാവും. ഉപയോഗപ്പെടുത്തണം. സാധിക്കുമെങ്കിൽ അതിൻ്റെ ഒരു പ്രിന്റ് എടുക്കണം. അത് ഫോണിൽ നോക്കി പഠിക്കുന്നത് പ്രയാസമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ നല്ലത് അതിൻ്റെ ഒരു പ്രിന്റ് എടുക്കുക. വിഷമമില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിന്റ് എടുക്കുന്നത് നന്നായിരിക്കും. വിഷയം ഒരിക്കൽ കൂടെ പറയുന്നു: യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും. എന്നെ ഏൽപ്പിച്ച ഒരു പേപ്പർ കൂടിയുണ്ട്. ആ പേപ്പർ സ്പിരിച്വൽ വാർഫെയർ, ആത്മീക യുദ്ധം. അങ്ങനത്തെ ഒരു വിഷയം കൂടെ ഉണ്ട്. ഒരു പേപ്പർ കൂടിയുണ്ട്. വിഷയമല്ല പേപ്പർ. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പേപ്പർ ഇതാണ്: യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും. നിങ്ങളുടെ കയ്യിലുള്ള റഫ് പേപ്പറിൽ ഒരു തലക്കെട്ട് എഴുതി വയ്ക്കാൻ മറക്കരുത്: യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും. 1 മിനിറ്റ് മുമ്പ് കോർഡിനേറ്റർ പറഞ്ഞു, ഇന്ന് എടുക്കുന്ന ക്ലാസിന്റെ നോട്ട്സ് ഒരു സഹോദരന് വേണ്ടി അയക്കാമോ? തീർച്ചയായിട്ടും ആ സഹോദരന് വേണ്ടി മാത്രമല്ല, അറ്റൻഡ് ചെയ്യുന്ന സകലർക്കും. നമുക്ക് തന്ന നോട്ട്സിന്റെ മുന്നിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നോട്ട്സ് എന്ന നിലയ്ക്ക് ആ നോട്ട്സ് എത്തിക്കാൻ ശ്രമിക്കാം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിവിധ സംഭവങ്ങൾ, അതാണ് അവന്റെ ജീവിതത്തിന്റെ 2 ഭാഗമാണ്. യേശു കർത്താവിന്റെ ജീവിതവും 1, യേശു കർത്താവിന്റെ ഉപദേശങ്ങളും 2. അങ്ങനെ ആദ്യ വിഷയത്തിൽ തന്നെ 2 ഭാഗം: യേശു കർത്താവിന്റെ ജീവിതവും യേശു കർത്താവിന്റെ ഉപദേശങ്ങളും. ഞാൻ ആദ്യം എൻ്റെ യേശു കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചും ഇന്ന് പരമാവധി പറയാൻ ശ്രമിക്കും. കാരണം വീണ്ടും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമുക്ക് ടൈം ഡിലേ വരാൻ പാടില്ലല്ലോ. സാധിച്ചില്ലെങ്കിൽ ഒരു ക്ലാസ് കൂടി ഇതിന്റെ കണ്ടിന്യൂവേഷൻ വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് ആലോചിക്കാം. യേശു ക്രിസ്തുവിന്റെ ജീവിതം, ആ ജീവിതത്തിലെ വിവിധ സംഭവങ്ങൾ. ഞാൻ എളുപ്പത്തിന് എൻ്റെ യേശു കർത്താവിന്റെ ജീവിതത്തെ 4 മുഖങ്ങളാക്കി മാറ്റുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണേ. യേശു കർത്താവിന്റെ ജീവിത രംഗത്തെ 4 പ്രധാന മുഖങ്ങളാക്കി മാറ്റുന്നുണ്ട്. 4 ഹെഡിങ്ങുകളാക്കി മാറ്റുന്നുണ്ട്. മനസ്സിലായി കാണും. 1, എൻ്റെ യേശു കർത്താവിന്റെ ശൈശവം, അഥവാ യേശു കർത്താവിന്റെ ആദ്യകാല ജീവിതം. ഓക്കെ, എൻ്റെ കർത്താവിന്റെ ആദ്യകാല ജീവിതം. 2, എൻ്റെ കർത്താവിന്റെ യൗവന കാലം. ഇങ്ങനെ 2 കാലയളവാണ് എൻ്റെ യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. 33.5 തിരുവയസ്സിൽ അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു.
ലോകമനുഷ്യനെ പോലെ ലോകത്ത് മാറ്റപ്പെട്ടവനല്ല എൻ്റെ യേശു കർത്താവ്. കാരണം അവന് മാറ്റപ്പെടുക എന്ന് പറയുന്ന ഒരു അനുഭവം ഇല്ലല്ലോ, അവൻ നിത്യനാണ്. അപ്പൊ എൻ്റെ കർത്താവിന്റെ രണ്ടാമത്തെ കാലമാണ് അവന്റെ ശുശ്രൂഷാകാലം അഥവാ യൗവനകാലം. അപ്പൊ ഒന്ന്, അവന്റെ ആദ്യകാല ജീവിതം, അതായത് ശൈശവം. രണ്ട്, അവന്റെ ശുശ്രൂഷയുടെ കാലം, പ്രത്യേകാൽ, അത് അവന്റെ യൗവനകാലം. മൂന്ന്, ആ യൗവന കാലഘട്ടത്തിന്റെ അവസാന ലാപ്പ്, ആ വാക്ക് ഉപയോഗിക്കുമല്ലോ, ഓട്ടക്കാർ ഉപയോഗിക്കുന്ന വാക്ക് പ്രത്യേകാൽ, അതിന്റെ അവസാനത്തെ ലാപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റെ പീഡാനുഭവവും മരണവുമാണ്. എന്റെ കർത്താവിന്റെ പീഡാനുഭവവും മരണവും. എന്നാൽ കർത്താവിന്റെ ചിത്രം അവിടെ അവസാനിക്കുന്നില്ല. ലോകത്തെ ഒരു മനുഷ്യന്റെ പീഡാനുഭവവും മരണവും കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചരിത്രം അവിടെ അവസാനിക്കും. ചരിത്രം അവസാനിക്കും. എന്നാൽ യേശു കർത്താവിന്റെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. തന്റെ മരണത്തിൽ അവസാനിക്കുന്നതല്ല യേശു കർത്താവിന്റെ. അതാണ് യേശു കർത്താവിന്റെ ജീവിതത്തിന് നാം പഠിക്കാൻ പോകുന്ന പ്രത്യേകത. അതാണ് മൂന്നാമത്തെ അനുഭവം, അവന്റെ പീഡാനുഭവവും മരണവും. അവസാനിച്ചില്ല. നാലാമത്തെ ഹെഡിങ് അഥവാ നാലാമത്തെ മുഖം, മറ്റു ശ്രദ്ധേയമായ സംഭവങ്ങൾ. അതായത് എൻ്റെ കർത്താവിന്റെ മരണത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ചില രംഗങ്ങൾ. അങ്ങനെ 4 പ്രധാനപ്പെട്ട ഹെഡിങ്ങിൽ ഞാൻ എൻ്റെ കർത്താവിന്റെ ജീവിതത്തെ ചുരുക്കി പറയുകയാണ്. സാധിക്കുമെങ്കിൽ കൃത്യമായിട്ട് ഇന്ന് തന്നെ അഥവാ നാളെ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കൈകളിൽ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ നോട്ട്സ് വരും. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിന്റെ ജീവിതത്തെ പ്രധാനമായിട്ട് 4 ഘട്ടമായി, 4 ഭാഗമായി, 4 മുഖമാക്കി, 4 ഹെഡിങ് ആക്കി തരംതിരിക്കുന്നു. ആദ്യം ശൈശവം. എൻ്റെ കർത്താവിന്റെ ശൈശവ കാലഘട്ടത്തിൽ ഞാൻ എന്താണ് ഓർക്കാനുള്ളത്? എൻ്റെ കർത്താവിന്റെ ശൈശവ കാലഘട്ടത്തിൽ ഓരോ, ഞാൻ പറഞ്ഞു 4 ഘട്ടങ്ങളാക്കി, 4 ഹെഡിങ്ങുകളാക്കി എന്ന് പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? അവന്റെ ശൈശവം, യെസ്, നമ്മുടെ ബുദ്ധിയിൽ കാണാതെ ആയിക്കോട്ടെ, ബൈഹാർട്ട് ആയിക്കോട്ടെ. ശൈശവകാലം അഥവാ ആദ്യകാല ജീവിതം. 2, അവന്റെ യൗവനകാലം. 3, യൗവനത്തിന്റെ അവസാനത്തിൽ അവൻ അനുഭവിക്കുന്ന പീഡാസഹനവും മരണവും. 4, ആ മരണത്തിനും അപ്പുറം വരുന്ന ചില ശ്രദ്ധേയമായ സംഭവങ്ങൾ. 4 ഹെഡിങ് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. അവന്റെ ആദ്യകാല ജീവിതം അഥവാ ശൈശവം, അവന്റെ ശുശ്രൂഷ കാലയളവ് അഥവാ യൗവനം, യൗവനത്തിന്റെ അവസാന ലാപ്പിലായിരിക്കുന്ന അവന്റെ പീഡാസഹനം, മരണം, then അവന്റെ മരണശേഷമുള്ള ചില സംഭവങ്ങൾ, അഥവാ അവന്റെ പീഡാസഹനത്തോടെ അതിനോട് ചേർത്ത് പറയാവുന്ന ചില ഭാഗങ്ങൾ. ഒന്നാമത്തെ ഘട്ടത്തിലും 2ാമത്തെ ഘട്ടത്തിലും 3ാമത്തെ ഘട്ടത്തിലും ഈ 4 ഘട്ടത്തിലും 3 ചിന്തകൾ കൂടി പഠനത്തിനായിട്ട് രൂപപ്പെടുത്തുന്നുണ്ട്. അവന്റെ ആദ്യ കാലഘട്ടത്തിൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷയം പറയാം, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാ ഞാൻ പറഞ്ഞ അതിന് പരിധിയുണ്ടല്ലോ. 1, എൻ്റെ യേശു കർത്താവിന്റെ ജനനവും നാമകരണവും. യേശുവിന്റെ ജനനം, ലോകത്ത് ആരും ജനിക്കാത്ത വിധം ജനിച്ചവനാണ് യേശു. യേശുവിന്റെ ജനനത്തിന് പ്രത്യേകതയുണ്ട്. അതൊരു സാധാരണ മനുഷ്യ ജനനമല്ലല്ലോ. അവൻ യേശു കർത്താവ്, മറിയയ്ക്കും ജോസഫിനുമായി യേശു ജനിച്ചു. ദൂതന്മാർ അവന്റെ ജനനത്തെ പ്രവചിച്ചു മുന്നമേ. ദൂതന്മാർ ചിലരെ അറിയിച്ചു. ചിലർ കാഴ്ചദ്രവ്യങ്ങളോടെ എൻ്റെ യേശു കർത്താവിനെ കാണാനെത്തി. മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിലും ഈ പറയുന്ന ഭാഗങ്ങളുണ്ട്. റെഫറൻസും കൂടി ഒപ്പം നോട്ട്സിൽ എഴുതാൻ ശ്രമിക്കാം. അപ്പൊ 1, യേശുവിന്റെ ജനനവും യേശു എന്ന പേർ വന്ന ചരിത്രവും. 2, കർത്താവിന്റെ പരിച്ഛേദന. യേശുവിനെ പരിച്ഛേദന ചെയ്ത് ദേവാലയത്തിൽ
കർത്താവിനെ അവതരിപ്പിക്കുകയാണ്. അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സെറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നരുത്. എന്റെ കർത്താവിന്റെ ജനനത്തിനേക്കാൾ എത്രയോ മുമ്പ് പ്രായം ചെന്ന ഒരു മനുഷ്യൻ, നരച്ച കണ്ണുകളുമായിട്ട്, നരച്ച നയനങ്ങളുമായിട്ട് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ കാത്തിരുന്നു യേശു കർത്താവിന്. അവൻ യേശുവിനെ കണ്ടു, യേശുവിനെ കരങ്ങളിലെടുത്തു. അപ്രകാരം യേശു കർത്താവ് ശരിക്കും ജനഹൃദയങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടു. അവനൊരു മിശിഹായായി അംഗീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, അവന്റെ ജനനവും നാമകരണവും. രണ്ട്, അവൻ അനുഭവിച്ച പരിച്ഛേദന. ഒപ്പം അവൻ സമൂഹത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട രംഗവും. മൂന്നാമത്തെ, തന്റെ ആദ്യകാല ജീവിതത്തിലെ മൂന്നാമത്തെ ഹെഡിങ്, ഈജിപ്തിലേക്കുള്ള ഓട്ടം. ഹെരോദാവ് ഏറെ കോപത്തോടെ യേശുവിനെ വകവരുത്തുവാൻ ശ്രമിക്കുന്നു. താൻ കബളിപ്പിക്കപ്പെട്ടവനായിരിക്കുന്നു, താൻ ചതിക്കപ്പെട്ടവനായിരിക്കുന്നു, തന്നോട് വാക്കു പറഞ്ഞവൻ തന്നെ ചതിച്ചിരിക്കുന്നു, ഉണ്ണിയെ കുറിച്ചിട്ടുള്ള കാഴ്ച തന്നോട് അറിയിക്കാമെന്ന് പറഞ്ഞവർ വന്നില്ല. രാജാവ് കോപാകുലനായി. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ഈജിപ്തിലേക്ക് കർത്തൃ പദ്ധതി പ്രകാരം അവർ ഈജിപ്തിലേക്കായിട്ട് പലായനം ചെയ്യുകയാണ്. ഒന്നുകൂടി പറയുകയാണ്, ഈ പറയുന്ന നോട്ട്സിന് ഏറ്റവും ചെറിയ വിശദീകരണം മാത്രമേ നോട്ട്സിൽ ഉണ്ടാകൂ, അല്ലെങ്കിൽ നോട്ട്സ് തീരില്ലല്ലോ. അതിന്റെ റെഫറൻസ്, ബൈബിൾ റെഫറൻസ് അതിന്റെ ബ്രാക്കറ്റിൽ ഉണ്ടാവും. ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കണം, അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കില്ല. പഠിക്കാൻ എളുപ്പത്തിന് കൃത്യമായും പോയിന്റ്സ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, അഥവാ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് താല്പര്യമുണ്ടാക്കുന്ന ഒരു വാക്കല്ല. ഒന്നാമത്തെ ചിന്ത തന്റെ ആദ്യകാല ജീവിതം. അതിൽ 3 ചിന്തകള്: കർത്താവിന്റെ ജനനവും, കർത്താവിന്റെ നാമകരണവും, കർത്താവിൽ സംഭവിച്ച പരിച്ഛേദനയും, കർത്താവ് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും. 3, ഹെരോദാവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്കുള്ള കർത്താവിന്റെ പലായനവും. ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ ചിന്ത അവസാനിക്കുന്നു. ചിന്തയുടെ 2ാമത്തെ ഘട്ടം, തന്റെ ശുശ്രൂഷയുടെ കാലം, അഥവാ തന്റെ യൗവനകാലം. യൗവനകാലം എന്ന് പറയുന്നതാണ് കുറേ കറക്റ്റ്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രത്യേകമായ സംഭവം അവന്റെ സ്നാനമാണ്. പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവം, യേശുവിനെ തന്റെ പുത്രനായി പ്രഖ്യാപിച്ചതും അടയാളപ്പെടുത്തുന്ന ആ ഭാഗം. സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നു എന്റെ കർത്താവിനെ. മത്തായിയുടെ സുവിശേഷത്തിന് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ, മർക്കോസിന്റെ സുവിശേഷത്തിലാണെങ്കിൽ 1-ാമത്തെ അധ്യായത്തിൽ. വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ വിഷയങ്ങൾ. പരിശുദ്ധാത്മാവ് പ്രാഗ്രൂപേണ ഇറങ്ങി വന്നു. ഒരു വലിയ പ്രഖ്യാപനവും നടന്നു. ലോകത്തിന് എന്റെ കർത്താവ് പരിചയപ്പെടുത്തപ്പെടുകയാണ്. അതിന്റെ ആദ്യത്തെ വേദിയാണ് സ്നാന രംഗം. 2, കർത്താവ് നേരിട്ട പരീക്ഷ. തന്റെ യൗവന കാലഘട്ടത്തിലെ 2ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, പ്രലോഭനം അഥവാ പരീക്ഷകൾ. മരുഭൂമിയിൽ ദുഷ്ടൻ യേശുവിനെ പരീക്ഷിച്ചു. 3 പ്രലോഭനങ്ങളെ അവൻ ചെറുത്തു നിന്നു. അതാണ് അതിന്റെ ശരി. പരീക്ഷകൻ പരാജയപ്പെട്ടുപോയി. എന്റെ കർത്താവ് പ്രലോഭനങ്ങളെ ചെറുത്തു. പരീക്ഷ എന്ന് പറയുന്ന വാക്കിനേക്കാളും അല്പം കൂടി ഡെപ്ത് ഉണ്ട് പ്രലോഭനങ്ങൾ. അവൻ പ്രലോഭനങ്ങളെ ചെറുത്തു നിന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ ആരംഭം, മർക്കോസിന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ പ്രലോഭനങ്ങൾ നേരിട്ട കർത്താവ്. പ്രലോഭനങ്ങളുടെ അഥവാ പരീക്ഷകളുടെ അവസാനത്തിൽ ദുഷ്ടനെ എന്റെ കർത്താവ് ശാസിച്ചു പുറത്താക്കി. ദുഷ്ടൻ എന്റെ കർത്താവിനെ വിട്ടുപോയി.
രണ്ടാമത്തെ ഘട്ടത്തിലുള്ള മൂന്നാമത്തെ ചിന്ത എന്റെ കർത്താവിന്റെ അത്ഭുതങ്ങളും ഉപദേശങ്ങളുമാണ്. ആ യൗവനകാലയിൽ എന്റെ കർത്താവിന് ലോകത്തോട് ചിലത് ഉപദേശിക്കാനുണ്ട്, ഒപ്പം ചില അത്ഭുതങ്ങളും നിറവേറ്റാനുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, തരുന്ന നോട്ട്സിൽ ഒരു വാചകത്തിലോ 2 വാചകത്തിലോ മാത്രം പറയും. അത്രയല്ലേ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, താഴെ തരുന്ന റെഫറൻസ് വായിക്കുക നിർബന്ധമായിട്ട്. കാരണം ഈ കുറഞ്ഞ സമയം, ഏറിയ സബ്ജക്റ്റ് പഠിച്ചേ നമുക്ക് പോവാവൂ. അത്ഭുതങ്ങളും ഉപദേശങ്ങളും, യേശുവിന്റെ ആ ചെയ്ത അത്ഭുതങ്ങള് വളരെ ശ്രദ്ധേയം. വ്യാധിക്കാർക്ക് സൗഖ്യം, പന്തിക്കിരുന്നവന് ഭക്ഷണം. യേശുവിന്റെ അത്ഭുതങ്ങളെ നമുക്ക് പറഞ്ഞു തീർക്കാനാവില്ലല്ലോ. നമ്മുടെ കയ്യിൽ തരുന്ന, ഓൾറെഡി പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിയ നോട്ട്സിൽ എന്റെ യേശു കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കൃത്യമായ പഠനമുണ്ട്. ഇത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. എന്നാൽ ഉള്ളിൽ നമ്മൾ കൃത്യമായും അത് ഏതൊക്കെയാണ് അത്ഭുതങ്ങൾ എന്ന് കൃത്യമായും പഠിക്കും. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അതിന്റെ ആരംഭം മാത്രമേ നമ്മൾ കാണൂ. എല്ലാം ഒന്ന് ടച്ച് ചെയ്തു പോകുന്നു. അവന്റെ സ്നേഹം, അവൻ അവതരിപ്പിച്ച ക്ഷമ, അവൻ പ്രസംഗിച്ച ദൈവരാജ്യം, ഇതെല്ലാം അവന്റെ ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. ലോകത്തിന് അന്നേ വരെ അറിയാത്ത സ്നേഹമെന്ന വാക്ക്, അത് പ്രായോഗിക ജീവിതത്തിൽ എന്റെ യേശു കർത്താവ് കാണിച്ചു കൊടുത്തു. കർത്താവിലൂടെ പ്രകടമായ ക്ഷമ, ക്രൂശിൽ വരെ അത് നിന്നു. കർത്താവിന്റെ 7 മൊഴികളിൽ നമുക്ക് സമയമുള്ളതുപോലെ പറയണം, അതല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ് കൂടി ഇതിന് ഉപയോഗിക്കാം. കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്ന 7 വേർഡ്സ്, 7 എന്റെ കർത്താവിന്റെ വാക്കുകൾ. ഹല്ലേലൂയ. ആ വാക്കുകളിൽ 7 വിഷയങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ക്ഷമയെല്ലാം ഉണ്ട്. തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാനുള്ള സ്വരം അതതിലുണ്ട്. നമുക്കത് പഠിക്കുന്ന സമയത്ത് അത് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാം. നിരവധിയായ 5000 പേര്, 4000 പേര്, വിവിധ തരത്തിലുള്ള ആളുകളുടെ സമൂഹത്തിന് സമൃദ്ധിയോടെ ഭക്ഷണം, ശേഷം കൊട്ടകൾ നിറച്ച് ബാക്കി. നമ്മൾ കേട്ടത് രണ്ടാമത്തെ അതിന്റെ തലമാണ്, ചിന്തയാണ് ശുശ്രൂഷയുടെ ഘട്ടം അഥവാ യൗവന കാലഘട്ടം. അതിൽ 3 ചിന്തകൾ പറഞ്ഞു. സ്നാനം, കർത്താവ് നേരിട്ട പ്രലോഭനം അഥവാ പരീക്ഷ, അത്ഭുതങ്ങളും ഉപദേശങ്ങളും. ഇനി 3, പീഡാനുഭവം, എന്റെ കർത്താവിന്റെ മരണവും. ആ പീഡാനുഭവത്തിന്റെ തൊട്ടു മുൻപ് നടക്കുന്ന ഒരു സംഭവം കർത്താവിന്റെ ജെറൂസലേം യാത്രയിൽ ജയപ്രവേശനം. യേശുമിശിഹ എന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കഴുതപ്പുറത്ത് ജെറൂസലേമിൽ പ്രവേശിച്ചു. അതൊക്കെ ലോകത്തിന് പഠിക്കാനുള്ള ഒരു വിഷയങ്ങളാണ്. ഒരു രാജ്യവും അന്നേ വരെ ഉപയോഗിക്കാത്ത വാഹനമൃഗം. ആ വാഹനമൃഗത്തിൽ എന്റെ യേശു കർത്താവ് ജെറൂസലേമിലെത്തി. ആർത്തു വിളിക്കാൻ ഒരു വലിയ പുരുഷാരം. കർത്താവിന് സ്തോത്രം. അവരാർപ്പു വിളിച്ചു. വസ്ത്രങ്ങളും വൃക്ഷത്തലപ്പുകളും തെരുവിൽ വിതറി, തെരുവിൽ നിരത്തി. യേശുവിനെ കയറ്റി കൊണ്ടുപോകുന്ന കഴുതയും ആ തെരുവിലൂടെ യാത്ര ചെയ്തു. ദൈവാലയത്തിൽ ചെന്നിട്ടുള്ള രംഗങ്ങളും നമുക്കറിയാം. എന്റെ കർത്താവിന്റെ ഹൃദയം നൊന്തു. എന്റെ കർത്താവിന്റെ ഹൃദയം ഏറിയ ഭാരത്തോടെ ഉടയവന്റെ ഹൃദയം നൊന്തു. സഹിക്കാനാകുന്നില്ല. ദൈവാലയം കച്ചവടവേദിയായിരിക്കുന്നു. സുപരിചിതമാണ് നമുക്ക് ഈ രംഗങ്ങളൊക്കെ.
ഈ വിഷയത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇതറിയാത്തവരാരുമില്ലല്ലോ. തന്റെ പീഡാനുഭവത്തിന്റെ ആരംഭത്തിലുണ്ടാകുന്ന സംഭവമാണ് തന്റെ പ്രവേശനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം. അതിന്റെ അടുത്ത നാളുകളിൽ സംഭവിക്കുന്നതാണ് എന്റെ കർത്താവിന്റെ ക്രൂശ് മരണം. ആരവന് ഹോശന്ന എന്ന് ആർത്തുവോ, ആര് അവന് വലിയ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചുവോ, അതേ സ്വരത്തോടെ ക്രൂശിക്ക എന്ന ആർത്ത ഒരു വലിയ കൂട്ടം എന്റെ യേശു കർത്താവിന്റെ പുറകിൽ വന്നു. തന്റെ ജയപ്രവേശനത്തിൽ കർത്താവിന് ജയഘോഷം മുഴക്കിയ സ്വരങ്ങളിൽ നിന്നും അവനെ ക്രൂശിക്ക എന്ന് ആർക്കുന്ന സ്വരം വന്നു. യേശുവിനെ ഉറ്റിക്കൊടുക്കാനും തന്റെ ശിഷ്യരിൽ ഒരുവൻ മുതിർന്നുവല്ലോ. നിസ്സാര ചില്ലറയ്ക്ക് ഇന്നത്തെ സമൂഹം ആ പ്രകൃതവും എല്ലാം തിരിച്ചറിയുകയാണ്. നമ്മൾ അപ്പോഴേ ഉദാഹരണമായി പറയുന്ന യേശു കർത്താവിനെ ഉറ്റിയ അതേ രംഗം നമ്മുടെ ജീവിതത്തിലും ചില ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തും. യേശുവിനെ ഉറ്റിക്കൊടുക്കാൻ ഒരു യൂദ വന്നു, സ്കറിയാത്ത യൂദ. അവനെ തിരഞ്ഞെടുക്കുമ്പോഴേ, നോട്ട്സിൽ നമുക്ക് ആ ഭാഗം പഠിക്കാം, അവനെ തിരഞ്ഞെടുക്കുമ്പോഴേ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞെടുത്തു, അവനിലെ അബദ്ധം എന്താണ്, അവനിലെ അപകടം എന്താണ്, തനിക്കത് വരാവുന്ന ആ അവസ്ഥ എന്താണ്, അത് അന്നേ കർത്താവ് വെളിപ്പെടുത്തി. തകർക്കപ്പെട്ടവനായ യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. മൂന്നാമത്തെ ചിന്ത, മൂന്നാമത്തെ ഭാഗത്തുള്ള മൂന്നാമത്തെ ചിന്ത കർത്താവിന്റെ പുനരുദ്ധാനമാണ്. മൂന്നാം ദിവസം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. കർത്താവിന് സ്തോത്രം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 28-ാമത്തെ അധ്യായം. അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പിന്നീട് നമ്മൾ കാണുന്നു. അവനിലെ ദൈവത്വത്തെ ഉറപ്പിച്ചു. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാതിരിക്കണം. യേശു കർത്താവിന്റെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങളാണ്. അതിൽ 3 ചിന്ത പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, യേശുവിന്റെ ശൈശവ കാലഘട്ടം, അവന്റെ ആദ്യകാല ജീവിതം, അതിൽ 3 വിഷയങ്ങൾ. 2, കർത്താവിന്റെ യൗവന കാലഘട്ടത്തിൽ നടന്നവന്റെ ശുശ്രൂഷാകാലം, അതിലും 3 വിഷയങ്ങൾ. 3, കർത്താവ് നേരിട്ടതായിട്ടുള്ള പീഡാസഹനവും മരണവും, അതിലും 3 വിഷയങ്ങൾ. പഠന സൗകര്യത്തിനാണ് ഇപ്രകാരം ഒരു സ്ട്രക്ചർ പോലെ വരച്ചു വെച്ച് നമുക്ക് പരീക്ഷയിൽ എഴുതാം. 4, ചില ശ്രദ്ധേയ അനുഭവങ്ങൾ അതിലെല്ലാം ചേർക്കുന്നുണ്ട്. 1, യേശുവിന്റെ രൂപാന്തരീകരണം. അതൊരു ശ്രദ്ധിക്കത്തക്ക ഒരു വിഷയമായിരുന്നു. സംഭവിക്കുന്നത് മരണശേഷമല്ല എന്ന് മാത്രം. അതുകൊണ്ട് ആ സംശയം അങ്ങനെ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കണമേ. ഏത് വിഭാഗത്തിൽ ചേർക്കണം, അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് ഹെഡിങ് ആകാതിരിക്കാൻ വേണ്ടി 4ാമത്തെ ഗ്രൂപ്പിൽ അതിനെ ഇട്ടു. രൂപാന്തരീകരണം. യേശു തനിക്ക് പ്രിയം വെച്ച പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മലയിൽ ആയിരിക്കുന്ന ഒരു രംഗം. യേശു കർത്താവിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പീഡാസഹനത്തെ കുറിച്ച് ഒരു കൃത്യമായ അറിയിപ്പ് സ്വർഗോന്നതങ്ങളിൽ നിന്നുണ്ടായി. അതൊന്നും കണ്ട് കാര്യങ്ങൾ വ്യക്തമാകാതെ വന്ന ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന 2 പേർ ഏലിയാവും മോശയുമാണെന്ന് അവിടെ വിളിച്ചു പറയുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ എൻ്റെ യേശു കർത്താവിനോട് ചിലത് സ്വർഗത്തിന് അറിയിക്കാനുണ്ടായിരുന്നു. ആ അറിയിക്കുന്ന നിമിഷമാണ് കർത്താവിന്റെ രൂപാന്തരീകരണം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാനുള്ളത് മത്തായിയുടെ സുവിശേഷത്തിന്റെ 17-ാമത്തെ അധ്യായവും മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായവും. ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടത് സമവീക്ഷണ സുവിശേഷങ്ങളാണ് ഈ പറയുന്ന എല്ലാ ഹെഡിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങൾ. നിങ്ങൾക്ക് മറ്റു ചില പേപ്പറുകളിൽ അത് പഠിക്കും. ആ ഭാഗങ്ങളിൽ നിന്നാണ് ഇതിന്റെ എല്ലാം റെഫറൻസ്. യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ ഒരു മിസ്റ്റിക് ഗോസ്പൽ എന്നാണ് വിളിക്കുന്നത്. അതിന് ചില വ്യത്യസ്തതകളുമുണ്ട്. അതും നമ്മളെ ചില പ്രത്യേക പേപ്പറുകളിൽ നമ്മെ പഠിപ്പിക്കും. നാലാമത്തെ ചിന്തയിലുള്ള രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: കർത്താവിന്റെ അന്ത്യ അത്താഴം, അവസാനത്തെ അത്താഴം. യേശു ശിഷ്യന്മാരുമായിട്ട് അത്താഴം പങ്കിട്ടു. ദിവ്യ കാരുണ്യ ശുശ്രൂഷ അവൻ സ്ഥാപിച്ചു. ഒരു വലിയ ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഭാഗം നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. അതായത് സുവിശേഷത്തിൽ 26-ാമത്തെ അധ്യായം, 3-ാമത്തെ കർത്താവിന്റെ സ്വർഗാരോഹണം. കർത്താവിന്റെ കാലുകൾ ഒലിവുമലയിൽ നിന്ന് ഉയർന്നു. താഴെ നിൽക്കുന്നവരോട് പറയാനുള്ളത് ഇത്രയാണ്: നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടും? അവൻ പോയതുപോലെ അവൻ വീണ്ടും വരും. ഈ മക്കളെ, ഇന്നും ഒലിവുമല എന്റെ കർത്താവിന്റെ കാൽപാദം വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഒലിവുമലയാണോ കാത്തിരിക്കുന്നത്, അതോ നാമല്ലേ കാത്തിരിക്കുന്നത്? നാം കാത്തിരിക്കുന്നു. എന്റെ കർത്താവിന്റെ പാദം വെക്കാനായിട്ട് ഒലിവുമലയും കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ചില വ്യാഖ്യാതാക്കൾ അതിന് കൊടുക്കുന്നൊരു മറുപടി ഇങ്ങനെയുണ്ട്: ഒലിവുമലയുടെ ഉൾഭാഗം, അന്തർഭാഗം വിണ്ടിരിക്കുന്നു, വിണ്ട് പൊട്ടിയിരിക്കുന്നു. അതുകൊണ്ട് പലരെയും കൂട്ടം കൂട്ടമായിട്ട് ഒലിവുമലയിലേക്ക് കയറ്റി വിടുന്നില്ല. അവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത്, ലോകവാക്കുകൾ അങ്ങനെയാണല്ലോ പറയുക, അപ്രതീക്ഷിതമായ സമയത്ത് ഭൂമിക്ക് ഒരു ചലനം സംഭവിക്കുകയോ ഭൂമിയിൽ എന്തെങ്കിലും ഇളക്കം സംഭവിക്കുകയോ ചെയ്താൽ, ഇപ്പോൾ ഉൾഭാഗം പിളർന്നു നിൽക്കുന്ന ആ ഭാഗം അങ്ങ് വിണ്ടടരും. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്ന വിധം ഒലിവുമല 2 ഭാഗത്തേക്ക് പിരിഞ്ഞു മാറും. ഇതൊരു വലിയ അപകടത്തിന് കാരണമാണ്. ദൈവമക്കളെ, എന്റെ കർത്താവ് അവന്റെ കാൽ ഉയർന്ന സ്ഥലത്ത് തന്നെ കർത്താവിന്റെ കാൽ വീണ്ടും ഒരു കാലയളവ് വരും. അവൻ വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തതുകൊണ്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ആരംഭ അധ്യായത്തിൽ അതുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ. ഞാൻ വിശദീകരിച്ചത് 4 ചിന്തകളാണ്. ഒന്ന്, എന്റെ കർത്താവിന്റെ ശൈശവകാലം. 2, എന്റെ കർത്താവിന്റെ യൗവനകാലം, ശുശ്രൂഷയുടെ കാലം. 3, എന്റെ കർത്താവിന്റെ പീഡാസഹനവും മരണവും. 4, മറ്റു ചില ശ്രദ്ധേയ സംഭവങ്ങൾ. ഞാൻ അതിൽ എന്റെ കർത്താവിന്റെ മരണത്തിന് തൊട്ട് മുമ്പേ സംഭവിച്ച എന്റെ കർത്താവിന്റെ രൂപാന്തരീകരണം എന്ന് പറയുന്ന ഹെഡിങ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഒരു സംശയമായി തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അതുകൊണ്ട് അത് ആവർത്തിച്ചു. ഇതാണ് ആദ്യത്തെ എസ്സയുടെ. ഇതിന്റെ നോട്ട്സ് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ കയ്യിലെത്താൻ ശ്രമിക്കും. എക്സ്പ്ലനേഷൻ തന്നത്, വിവരണം തന്നത് മുഴുവൻ നോട്ട്സിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് അത് പ്രത്യേകം, അതിന് അപ്രകാരം നിർബന്ധം പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാക്കറ്റിൽ റെഫറൻസ് ആയി കൊടുത്ത ഭാഗം വായിക്കുക തന്നെ വായിക്കണം. പ്രത്യേകിച്ച് ഓർക്കുക, ഇതിന്റെ ചില പ്രധാന വിശദീകരണങ്ങൾ നമ്മുടെ നോട്ട്സിൽ വരും. മുഴുവൻ വരില്ല, ചില ഭാഗങ്ങൾ വരും. അപ്പോ ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ എപ്പോൾ പഠിക്കും? അതാ ഞാൻ പറഞ്ഞ്, സമുദ്രം പോലെ കിടക്കുന്ന ഒരു വിഷയത്തിന്റെ കുറച്ചു ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തൂ. എത്ര ബൈബിൾ കോഴ്സിലൂടെ നമ്മൾ കടന്നുപോയാലും പിന്നെയും സാധ്യതകൾ അവിടെ നിൽക്കും. കർത്താവിന്റെ സ്തോത്രം. ആകാവുന്ന വിധം നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ ചിന്തയിലേക്ക് കൂടി ഞാൻ ഒന്ന് കടന്നോട്ടെ. എന്റെ യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകൾ. ഇപ്പൊ ഞാൻ യേശു കർത്താവിന്റെ
ജീവിതത്തിന്റെ മുഖങ്ങളാണ് 4 വിവരിച്ച് ഓരോന്നിലും 3 വീതം ഹെഡിങ്ങുകൾ പറഞ്ഞത്. ഹെഡിങ്ങുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു നോട്ട്സിന്റെ പ്രകൃതമല്ലേ വരുന്നത് എന്ന് തോന്നരുത്. പഠിക്കാൻ എളുപ്പത്തിനാണ് പോയിന്റുകളാക്കി പഠിക്കുന്നത്. അല്ലാതെ ഒരൊറ്റ വിശദീകരണം മാത്രം ഒറ്റ ഒഴുക്കിന് എഴുതി പോയാൽ നമ്മുടെ മനസ്സിൽ ഒന്നും ഓർമ്മ നിൽക്കില്ല, നമുക്കൊന്നും പഠിക്കാനാവില്ല. അതിന്റെ ഒരു പ്രാക്ടിക്കലുമാണ് അപ്രകാരം പോയിന്റ്സ് ആക്കി അതിനെ രൂപപ്പെടുത്തിയത്. മനസ്സിലായിക്കാം. ഇനി കടക്കാനിരിക്കുന്ന രണ്ടാമത്തത് മുഴുവൻ വിശദീകരിച്ചെത്താനാകുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ബാക്കി ഭാഗം പറയും. എന്റെ യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രധാനം എന്റെ യേശുവിന്റെ സ്നേഹവും അനുകമ്പയും ഈ ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തു. ലോകത്ത് അതിന് മുൻപ് സ്നേഹവും അനുകമ്പയും ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. അത് പറയുന്നത് ഒരു തീവ്രത കൊണ്ട് പറയുകയാണെന്ന് തോന്നരുത്. തന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം അതിനു മുമ്പ് കേട്ടിട്ടില്ല. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ശാസ്ത്രം നമ്മൾ കേട്ടിട്ടില്ല, ഒരു സയൻസ് അത് കേട്ടിട്ടില്ല. അതിനൊരു സയൻസ് ആക്കിയിട്ട് തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ആര് കേട്ടിട്ടുണ്ട്? ദൈവരാജ്യത്തിന് അനുസൃതമായി ഓരോ ദൈവ പൈതലും ജീവിക്കണം. അതും ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? ദൈവമക്കളെ, എന്റെ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ പഠിപ്പിച്ചത് കർത്താവിന്റെ സ്നേഹവും അനുകമ്പയും. 2, കർത്താവ് പഠിപ്പിച്ച ഒരു നിയമം എന്തായിരുന്നു? നിയമം ലോകത്തിന് ഇന്നും അത് പാലിക്കാൻ, ആ നിയമം പാലിക്കാൻ പറ്റിയിട്ടില്ല. നിയമം പലരും പറയും, നിയമം പലരും ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കിയവർക്ക് നിയമം ബാധകമാകാറില്ലല്ലോ. അത് ലോകത്തിന്റെ നിയമം. എന്നാൽ യേശു കർത്താവിന്റെ നിയമം ശരിക്കും ഗോൾഡൻ ലോ ആണത്, സുവർണ നിയമമാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ ഒരൊറ്റ വാക്യം പഠിച്ചാൽ അത് കിട്ടും. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നത് എന്താണ്, ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവല്ലോ, അത് നിങ്ങൾ അവരോടും ചെയ്യുക. എത്ര കൃത്യതയുണ്ട്! ഇത് യേശു പഠിപ്പിച്ചതുപോലെ ആര് പഠിപ്പിച്ചു? ആർക്ക് പഠിപ്പിക്കാനാകും? സ്വന്തം ജീവിതത്തിൽ നടത്തിയെടുക്കണ്ടേ? 3, എന്റെ കർത്താവ് കാണിച്ച ക്ഷമ. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം തന്റെ ജീവിതകാലം മുഴുവൻ താൻ പ്രകാശിപ്പിച്ചു. നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. അപ്പൊ ക്ഷമ അനിവാര്യമാണ്. ക്ഷമ ഇനവിറ്റബിൾ ആണ്. ക്ഷമ ആകാത്തതാണ്. സമൂഹത്തിന് അത് ഉൾക്കൊള്ളാനാകൂ? ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പ്ലനേഷനും നിർവചനവും അത്രയും എത്തുവോ? നമ്മൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? എന്റെ കർത്താവിന്റെ ജീവിതത്തിന്റെ 4-ാമത്തെ ഒരു കഥ, അവൻ കാണിച്ച വിനയവും സേവനവും. സ്വർഗത്തിന്റെ പുത്രനാണ് അവൻ, ഇത്രമാത്രം എളിമപ്പെടണമോ? അനേക ആൾ ദൈവങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഇത് പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, അല്ലെ? ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും താഴ്ത്തിക്കെട്ടാനോ അല്ല, ആരെയും കുറ്റം പറയാനും അല്ല. അങ്ങനെ പറയില്ല. വിനയവും സേവനവും. ആദ്യമാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരിലും അവസാനവും, ആദ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്നവൻ എല്ലാത്തിന്റെയും അവസാനം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾ ഏറ്റവും അവസാനത്തിലാകണം. ലോകത്തിന് മനസ്സിലാകുമോ ഇത്? ഈ വിനയം മനസ്സിലാകുമോ? അവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. എന്റെ യേശുവിന്റെ വാക്ക് അവിടെയാണ്.
എല്ലാവന്റെയും ദാസനായിരിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിന് 9:35 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഒരു പക്ഷെ ഓർക്കാൻ സാധിക്കില്ലായിരിക്കാം. ഭാരപ്പെടണ്ട, നോട്ട്സിലുണ്ട് ആ വിഷയം, കൃത്യമായിട്ടും ഉണ്ട്. വിശദീകരണം ഉണ്ടാകില്ല എന്ന് മാത്രം, വിശദീകരിക്കാനാവില്ല, ഞാൻ ആവർത്തിച്ചല്ലോ. നമ്മൾ ഈ പറഞ്ഞു പോകുന്ന എക്സ്പ്ലനേഷൻ അത്രയും നോട്ട്സിൽ കയറ്റാനാവില്ല. 5, വിശ്വാസത്തിന്റെ പ്രാധാന്യം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മൾ ഈ കടുകുമണിയെ പറ്റിയൊക്കെ പറയുമ്പോൾ വാചാലനാകുന്ന പ്രഘോഷകരെ കേട്ടിട്ടുണ്ട്. കടുകുമണിയുടെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ എംപ്റ്റി ആയിരിക്കുന്ന പോർഷൻ ഇല്ല, ഹോളോ ആയിട്ടുള്ള പോർഷൻ ഇല്ല, അത് ഫുള്ള് തിക്കാണ്, അത് അമർത്തി പൊട്ടിക്കാൻ പോലും ആവില്ല, വിരല് കൊണ്ട് അമർത്തി അത് പൊട്ടിക്കാനാവില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയും തിക്കാണ്. അപ്രകാരം ഒരു തിങ്ങിയ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കടുകുമണിയുടെ വലിപ്പം ഒന്ന് ഹൃദയത്തിൽ ചിന്തിക്കാവോ? അത്രയും വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ചില പ്രതിബന്ധങ്ങളോട് നീങ്ങി കടലിൽ ചാടാൻ പറയാൻ നമുക്ക് സാധിക്കും. മലകൾ എന്ന് പറയുന്ന വാക്കിനേക്കാൾ നല്ലത് ചില പ്രതിബന്ധങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക, അത് നീങ്ങും. കഴിച്ചല്ലോ. 6ാമത്തെ ചിന്ത എന്റെ കർത്താവ് പ്രഘോഷിച്ചത് ദൈവരാജ്യം. എന്റെ യേശുവിന്റെ പഠിപ്പിക്കലുകൾ പലപ്പോഴും ഈ ദൈവരാജ്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ചിന്തയെ പ്രകാശിപ്പിക്കലാണ്, പ്രസിദ്ധമാക്കലാണ് എന്റെ കർത്താവിന്റെ ഏറിയ ഒരു പ്രവൃത്തി. ലോകത്തിന് പരിചയമില്ലാത്തതായിരുന്നു അതെല്ലാം. അതിന്റെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. നമുക്ക് മുന്നിലുള്ള ഒരു മാർഗരേഖ ദൈവരാജ്യത്തിന്റെ ചില ചിന്തകളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കേട്ടോ. സാധാരണ മനുഷ്യന് അത് മനസ്സിലാകുന്ന വിഷയമല്ലല്ലോ. എന്ത് ദൈവരാജ്യം? 7ാമത്തെ വാക്കിലേക്ക് ഒന്ന് കടന്നോട്ടെ. എന്റെ കർത്താവ് പറഞ്ഞത് ഉപമകളിലൂടെയും കഥകളിലൂടെയും. തന്റെ പഠിപ്പിക്കലുകൾക്കായിട്ട് താൻ കണ്ടെത്തിയത് ഉപമകളായി. ഈ ഉപമകൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് അവന് സുപരിചിതമായ അവസ്ഥയിൽ അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്തെങ്കിലും ഒരു കഥ പറയുകയല്ല. കുഞ്ഞുകുട്ടികൾ ഉറങ്ങാൻ വേണ്ടി കുറുക്കന്റെ കഥ പറഞ്ഞു കൊടുക്കും മാതാവ്, അമ്മ. കുറുക്കനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കഥയാണ് അമ്മയുടെ കഥ. ഞാൻ നിങ്ങളൊക്കെ ഒത്തിരി ഇതുപോലെയുള്ള കഥകൾ കേട്ടിട്ടുറങ്ങിയവരല്ലേ. ചില കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നേക്കാൾ മുമ്പ് അമ്മയുടെ കഥ നിർത്തിക്കോളാൻ പറയും. കുട്ടിക്ക് പോലും കാര്യം ബോധ്യപ്പെട്ടു. അല്ലാണ്ട് യേശു പറയുന്ന ഉപമകളോ കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അയഥാർത്ഥ്യങ്ങളാണ് എന്നൊരർത്ഥം തന്നെയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ല, നോട്ട് റിയൽ എന്ന് തന്നെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടുത്തെ കഥകൾ എല്ലാം റിയലാണ്. അവർക്ക് മനസ്സിലാകാവുന്ന ആ കാലയളവിലെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വിശദീകരണങ്ങളാണ് മുഴുവൻ ഉപമകളും കഥകളും. അതല്ലാത്ത വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞ കർത്താവിനെ അവർക്ക് പരിചിതമായ ഒരു രംഗത്തെ വിശദീകരിച്ചു കൊണ്ടാണ്. എന്റെ കർത്താവിന്റെ ഏത് ഉപമകളുടെ നിരയുന്നെ കർത്താവിന്റെ കഥകളിലുണ്ട്. നോട്ട്സിൽ അതുണ്ട്. ഇൻട്രൊഡക്ഷൻ നോട്ട്സിലല്ല, നമ്മൾ പഠിക്കാനിരിക്കുന്ന നോട്ട്സ്. 8, എന്റെ കർത്താവിനെ, ദൈവത്തെ സ്നേഹിക്കുക. എങ്ങനെ? അവിടെയാണ് ക്വസ്റ്റ്യൻ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മനസ്സിലായി. പക്ഷെ പൂർണ്ണ എന്ന് പറയുന്ന വാക്കിനാണ് വിശദീകരണം. അപ്രകാരം ദൈവത്തെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. അതായത് സുവിശേഷത്തിൽ 22ാമത്തെ അധ്യായത്തിൽ 37-38 വാക്യങ്ങൾ മാത്രം ധ്യാനിക്കുമ്പോഴേ അത് മനസ്സിലാവും. മറ്റൊരു ചിന്ത, മറ്റുള്ളവർക്കായി കരുതുക. മറ്റുള്ളവർക്കായി കരുതുക. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ ഈ മറ്റുള്ളവർ?
സെയിം സ്റ്റാറ്റസിലുള്ളവരാണ് ദരിദ്രർ. ലോകത്തിന് നിശ്ചയമില്ലായിരുന്നു ആ ഭാഷ. വിശക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ആ വാക്ക് നമുക്ക് സുപരിചിതമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം, അവരെ പരിപാലിക്കാൻ ഇന്നും നമ്മുടെ സമൂഹം വളർന്നു. എന്നാലും 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നൽകി. ഞാൻ രണ്ടാമത് എടുക്കുന്ന എസ്സേ അവസാനിപ്പിക്കുക. ഈ എസ്സേയിൽ ഞാൻ 9 ചിന്തകളാണ് പറഞ്ഞത്. എൻ്റെ കയ്യിലുള്ള സമയം തീരാൻ 1 മിനിറ്റ് ബാക്കി. 1, എൻ്റെ കർത്താവ് കാണിച്ച സ്നേഹവും അനുകമ്പയും. 2, എൻ്റെ കർത്താവ് പ്രഖ്യാപിച്ച നിയമം. മറ്റുള്ളവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറണം, അങ്ങനെ നിങ്ങൾ അവരോടും ചെയ്യുക. 3, ക്രൂശിൽ വരെ കർത്താവ് കാണിച്ച ക്ഷമ. 4, കർത്താവിന്റെ ഏറിയ എളിമയും വിനയവും. 5, വിശ്വാസത്തിന്റെ പ്രസക്തി അഥവാ പ്രാധാന്യം. ആ മലയോട് നീങ്ങാൻ പറഞ്ഞതൊക്കെ അവിടെയാണ്. 6, കർത്താവ് പഠിപ്പിച്ച ദൈവരാജ്യം. അതാണ് കർത്താവിന്റെ പഠനത്തിന്റെ അന്തസത്ത. 7, പഠിപ്പിച്ചത് മുഴുവൻ ഉൾക്കൊള്ളാൻ വേണ്ടി. ചിലതിങ്ങനെ പറഞ്ഞു പോയാൽ അത് ലോകത്തിന് ഇന്നും മനസ്സിലാകാതെ പോകുമായിരുന്നേനെ. അതിന് വഴിയൊരുക്കിയത് അവന്റെ ഉപമകളാണ്, അവന്റെ ഒരു പഠന രീതി. ഇന്ന് അതേ രീതിയിൽ വലിയ അധ്യാപകർ, വലിയ ഗുരുക്കന്മാർ പഠിപ്പിക്കാൻ തുടങ്ങി. ചരിത്രത്തിലുണ്ടല്ലോ അങ്ങനെയുള്ള ഗുരുക്കന്മാർ. 8, കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ചിന്ത. 9, കരുതുക. ആരെ? പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ. ആ പറയുന്ന വാക്കിലെല്ലാമായി 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇന്ന് വിശദീകരിച്ചു. എന്റെ വിഷയത്തെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ, എൻ്റെ കയ്യിലുള്ള സമയം തോന്നും. 1 മിനിറ്റ്. യേശു കർത്താവിന്റെ ജീവിതവും ഉപദേശങ്ങളും, അതാണ് നമ്മുടെ വിഷയം. അതിൽ ആദ്യത്തെ അവതരിപ്പിച്ച വാക്ക് യേശു കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന സംഭവങ്ങളുടെയും ഒരു രൂപരേഖ മാത്രം. വിശദീകരണം എന്ന് പറയാനാവില്ല. 2, എൻ്റെ യേശു കർത്താവിന്റെ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഉപദേശങ്ങളുടെ ഒരു രൂപരേഖ. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ശേഷം കോർഡിനേറ്ററും ഷാജി ബ്രദറും എല്ലാം ക്ലാസ്സിലുണ്ടല്ലോ. അവരുടെ ചിന്ത പോലെ ഈ പ്രോഗ്രാമിനെ അവസാനം വരുത്തട്ടെ. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കണം. പഠിക്കാനുള്ളതൊരു ലോകത്തിന്റെ വിഷയമല്ല. ഞാൻ ആ പഠിക്കേണ്ടുന്നതിന്റെ പ്രസക്തിയും അറിയേണ്ടുന്നതിന്റെ പ്രസക്തിയും വിശദീകരിച്ചല്ലോ. അതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. ഒരു നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. സ്തോത്രം. ധ്യാനിച്ച ചിന്തമേൽ എൻ്റെ കർത്താവ് പ്രസാദിക്കട്ടെ. ഓരോ ജീവിതങ്ങളെയും അവൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. കർത്താവിന് മാത്രം മഹത്വം. സ്തോത്രം. Sister, may I lead you? താങ്ക് യു മാസ്റ്റർ, താങ്ക് യു. ക്ലാസിന്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞാൻ അത് വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആകുന്ന വിചാരിച്ചത്, യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ ഇത്തിരി കടുപ്പം കൂടിയ സബ്ജക്റ്റാണ്. അത് നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ ഇഞ്ചക്ട് ചെയ്തെടുക്കാന്നുള്ള പരമാവധി ശ്രമം മാസ്റ്റർ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. നമ്മൾ സ്റ്റുഡൻസും കഠിനമായിട്ട് പരിശ്രമം